എല്ലാവർക്കും കുഞ്ഞാമിനാസ് റെസിപ്പിയിലേക്ക് സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാനൊരു കേക്കിൻ്റെ റെസിപ്പി ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാവരും കണ്ടെന്ന് വിചാരിക്കണു. അപ്പോൾ ഇന്നും അതേപോലെ തന്നെ ഒരു കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഒരു ചോക്ലേറ്റ് കേക്കാണ്. അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മളിത് പാനിൽ തന്നെയാണ് ഉണ്ടാക്കുന്നത്. അതുപോലെ തന്നെ ഇതിന് വെറും 3 ഇൻഗ്രീഡിയൻസേ ആവശ്യമുള്ളൂ. അപ്പോൾ ഈ സിമ്പിളായിട്ടുള്ള വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ കേക്ക് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഈ കേക്ക് ഉണ്ടാക്കാൻ വെറും 3 ഇൻഗ്രീഡിയൻസേ ആവശ്യമുള്ളൂ. അപ്പോൾ ഓരോ ഇൻഗ്രീഡിയൻസ് ആയിട്ട് നമുക്ക് നോക്കാം. ഫസ്റ്റ് വേണ്ടത് നമുക്ക് ഏതെങ്കിലും ചോക്ലേറ്റ് ബിസ്ക്കറ്റാണ്. ഇവിടെ ഞാൻ ഓറിയോൻ്റെ ബിസ്ക്കറ്റാണ് എടുത്തിട്ടുള്ളത്. നെക്സ്റ്റ് നമുക്ക് വേണ്ടത് 1 കപ്പ് മിൽക്കാണ്. നെക്സ്റ്റ് നമ്മൾ ഈനോ ആണ് യൂസ് ചെയ്യുന്നത്. സ്മോൾ പാക്കറ്റ് ഉണ്ടല്ലോ ഈനോൻ്റെ, അതാണ് യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് നമ്മൾ ഇതൊരു മിക്സിയിലാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. വേറെ നമ്മൾ ബീറ്റർ ഒന്നും യൂസ് ചെയ്യുന്നില്ല. അപ്പോൾ ഈ ബിസ്ക്കറ്റുകൾ ഓരോന്നായിട്ട് നമ്മളിതിലേക്ക് പൊട്ടിച്ചിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ആദ്യം തന്നെ ഇവിടെ ഞാൻ 2 പാക്കറ്റ് ഓറിയോ ബിസ്ക്കറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ ഈ ബിസ്ക്കറ്റ് കംപ്ലീറ്റ് ആയിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ ക്രീം ഒന്നും റിമൂവ് ചെയ്യേണ്ട ഒരു ആവശ്യമല്ല കേട്ടോ. പിന്നെ വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു കേക്കാണിത്. കുട്ടികൾക്കൊക്കെ ഈവനിങ്ങിന് ക്ലാസ്സൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കുക. അതുപോലെ തന്നെ ക്രിസ്മസ് ടൈമിലൊക്കെ നമുക്കൊരു ചോക്ലേറ്റ് കേക്ക് ഉണ്ടാക്കണം തോന്നിയാൽ അടുത്തതായിട്ട് നമ്മൾ 1 കപ്പ് മിൽക്ക് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുക. ഇവിടെ ഞാൻ അളന്ന് വെച്ചിട്ടുണ്ടായിരുന്നു. കറക്റ്റ് 1 കപ്പാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. നെക്സ്റ്റ് ഇതിലേക്ക് നമ്മൾ ഒരു പാക്കറ്റ് ഈനോ മുഴുവനായിട്ട് കൊടുക്കുക. നമ്മൾ വേറെ ബേക്കിംഗ് പൗഡർ ഒന്നും യൂസ് ചെയ്യുന്നില്ല. നെക്സ്റ്റ് ഇത് നന്നായി ഗ്രൈൻഡ് ചെയ്തെടുക്കുക. 3 ഇൻഗ്രീഡിയൻസ് യൂസ് ചെയ്തിട്ട് ഉണ്ടാക്കാൻ കഴിയുന്ന വളരെ ഈസി ആയിട്ടുള്ള റെസിപ്പിയാണ്. അതുപോലെ തന്നെ നമ്മൾ ബീറ്റർ യൂസ് ചെയ്യുന്നില്ല, ബേക്കിംഗ് പൗഡർ അങ്ങനെ ഒന്നും യൂസ് ചെയ്യുന്നില്ല ഈ കേക്കിൽ. പിന്നെ നമ്മൾ ഈ കേക്ക് ഉണ്ടാക്കുന്നത് പാനിലാണ് കേട്ടോ. നമ്മൾ കറികളൊക്കെ ഉണ്ടാക്കുന്നത് നോൺ സ്റ്റിക്ക് പാനിലാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ഇതേപോലെ തന്നെ ഒരു വീഡിയോ ഞാൻ കഴിഞ്ഞ ദിവസം പോസ്റ്റ് ചെയ്തിരുന്നു. എല്ലാവരും കണ്ടെന്ന് വിചാരിക്കണം. ഒരു കപ്പ് കേക്കിൻ്റെ റെസിപ്പി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അത് ഗ്ലാസ്സിലായിരുന്നു ഉണ്ടാക്കിയിരുന്നത്. അതുപോലെ തന്നെ നോൺ സ്റ്റിക്കിൻ്റെ പാനിൽ തന്നെയായിരുന്നു അത് ഉണ്ടാക്കിയിരുന്നത്. അപ്പോൾ ഇതുവരെ കാണാത്തവർ അതൊന്ന് കണ്ടു നോക്കുക. നമ്മൾ കുറേ ടൈം എടുത്ത് ബീറ്റ് ചെയ്തിട്ടാണല്ലോ മാവൊക്കെ നോർമൽ കേക്കിൻ്റെത് ഉണ്ടാക്കുക, ബാറ്റർ. അപ്പോൾ അതിന് പകരം നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഒരു 3 മിനിറ്റ് അല്ലെങ്കിൽ 4 മിനിറ്റ് മാക്സിമം ഒരു 5 മിനിറ്റ് നമ്മൾ മിക്സിയിലിട്ടിട്ട് കറക്കിയാൽ മതി. അങ്ങനെ നമ്മളുടെ ബാറ്റർ ഇപ്പോൾ കറക്റ്റ് കൺസിസ്റ്റൻസി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. കണ്ടാൽ നമ്മളൊരു ബീറ്റർ ഒന്നും ഇല്ലെങ്കിലും പെട്ടെന്ന് തന്നെ കേക്ക് ഉണ്ടാക്കിയെടുക്കാമെന്ന് ഈ വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഈ കൺസിസ്റ്റൻസിയാണ് കേട്ടോ അപ്പോൾ നമ്മളുടെ കേക്കിന് വേണ്ടത്. ഇതേപോലെ നല്ല സ്മൂത്തായിരിക്കണം. നെക്സ്റ്റ് നമുക്ക് ഈ കേക്ക് ഉണ്ടാക്കാനായിട്ടുള്ള നോൺ സ്റ്റിക്ക് പാനൊന്ന് ഗ്രീസ് ചെയ്തെടുക്കുക. അപ്പോൾ ഞാൻ വലിയ പാനൊന്നല്ല എടുത്തിട്ടുള്ളത്, ചെറിയൊരു പാനാണ്. അപ്പോൾ ഇതിൻ്റെ ലിങ്കൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കേണ്ടത്. ഇത് വാങ്ങാനുള്ള ആമസോണിൽ ഇത് അവൈലബിൾ ആണ്. റേറ്റൊക്കെ കുറവുള്ളൂ, പിന്നെ നല്ല ക്വാളിറ്റിയാണ്. അപ്പോൾ ഇതിൻ്റെ ലിങ്കൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ബട്ടർ യൂസ് ചെയ്തിട്ട് ഒന്ന് ഗ്രീസ് ചെയ്തെടുക്കുക. ഇവിടെ ഞാൻ ബട്ടർ പേപ്പർ യൂസ് ചെയ്തിട്ടുണ്ട്. അതില്ലാത്തവർ അത് യൂസ് ചെയ്യണമെന്നില്ല. ജസ്റ്റ് ബട്ടർ ഒന്ന് പുരട്ടി കൊടുത്താൽ മതി. അല്ലെങ്കിൽ ബട്ടർ ഇല്ലാത്തവർ ജസ്റ്റ് ഏതെങ്കിലും നെയ്യ് പുരട്ടി കൊടുത്താലും മതി. ഇനി നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള കേക്കിൻ്റെ ആ ബാറ്റർ ഉണ്ടല്ലോ, അത് കറക്റ്റ് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുക. അങ്ങനെ നമ്മളുടെ കേക്കിൻ്റെ ബാറ്റർ കംപ്ലീറ്റ് ഇതിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് നമ്മൾ ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് നട്ട്സ് വിതറി കൊടുക്കണം. ഇവിടെ ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത് പിസ്താഷ്യം അതുപോലെ തന്നെ ആൽമണ്ടും ആണ്. അത് ജസ്റ്റ് ഒന്ന് ഗ്രൈൻഡ് ചെയ്തതിൻ്റെ ശേഷം അതിൻ്റെ മുകളിൽ ഇട്ട് കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ചെയ്യണ നിർബന്ധമൊന്നുമില്ല. ഇല്ലാത്തവർ അത് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. കുറച്ചും കൂടി അട്രാക്റ്റീവ് ആവാൻ വേണ്ടിയിട്ട്, അതുപോലെ തന്നെ കേക്ക് കഴിക്കുമ്പോൾ ഒന്ന് കടിക്കാനും വേണ്ടിയിട്ടാണ് കേട്ടോ അതിട്ട് കൊടുത്തിട്ടുള്ളത്. ഫൈനലി നമ്മൾ ഈ പാന് മൂടി വെച്ച് കൊടുക്കുക. നെക്സ്റ്റ് ഇത് നമുക്ക് അടുപ്പത്ത് വെച്ച് കൊടുക്കുക. ഇവിടെ നമ്മൾ ഇത് സ്റ്റൗമ്മ തന്നെയാണ് കേട്ടോ വെക്കണത്. അപ്പോൾ നമുക്ക് സ്റ്റൗ ഓണാക്കിയിട്ട് ഈ പാൻ അതിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കുക. അപ്പോൾ ഓവൻ്റെ ആവശ്യമൊന്നുമില്ല കേക്ക് ഉണ്ടാക്കാനെന്ന് മനസ്സിലായില്ല. ഒരു നോൺ സ്റ്റിക്ക് പാൻ ഉണ്ടെങ്കിൽ നമുക്ക് വീട്ടിൽ ഈസി ആയിട്ട് കേക്ക് ഉണ്ടാക്കിയെടുക്കാം. നെക്സ്റ്റ് നമ്മൾ നോട്ട് ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ മൂടിയുടെ മുകളിലായിട്ട് ഒരു ഹോളുണ്ട്. അപ്പോൾ ആ ഹോളിൽ നമ്മളൊരു പേപ്പറോ അങ്ങനെ എന്തെങ്കിലും വെച്ചിട്ടൊന്ന് ക്ലോസ് ചെയ്ത് കൊടുക്കണം. അത് ക്ലോസ് ചെയ്ത് കൊടുത്തിട്ടില്ലെങ്കിൽ നമ്മളുടെ കേക്ക് സെറ്റായി കിട്ടില്ല. അപ്പോൾ ഞാനിവിടെ ഒരു ടിഷ്യൂ പേപ്പർ യൂസ് ചെയ്തിട്ടാണ് ആ ഹോൾ അടച്ചിട്ടുള്ളത്. നിങ്ങൾക്കത് നോക്കിയാൽ മനസ്സിലാവും. ഇങ്ങനത്തെ ഗ്ലാസ് മൂടിയാണെങ്കിൽ മാത്രം ഇങ്ങനെ ചെയ്താൽ മതിയാവും. ഇനിയിപ്പോൾ അല്ലാത്ത വല്ല അലുമിനിയത്തിൻ്റെ സ്റ്റീലിൻ്റെ മൂടി ഹോളൊന്നും ഇല്ലാത്തതാണെങ്കിൽ ഈ ഒരു സ്റ്റെപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല. അങ്ങനെ നമ്മളുടെ കേക്ക് ഒരു 30 മിനിറ്റ് എടുത്തിട്ട് ഇവിടെ തയ്യാറായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കേക്ക് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊരു ടൂത്ത് പിക്ക് യൂസ് ചെയ്തിട്ട് ഒന്ന് ഇട്ട് നോക്കുക, അല്ലെങ്കിൽ ഒരു നൈഫ് യൂസ് ചെയ്തിട്ട് ഒന്ന് കുത്തി നോക്കുക. അപ്പോൾ നമുക്ക് മനസ്സിലാവും
അപ്പോൾ ഇനി നമുക്ക് ഇത് പാനിൽ നിന്ന് ചൂടാറിയ ശേഷം പുറത്തേക്ക് എടുത്തിട്ട് നമുക്ക് കട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ ബേക്കിംഗ് പൗഡർ ഒന്നും ഇല്ലെങ്കിൽ പോലും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള സ്പോഞ്ചി കേക്ക് ഉണ്ടാക്കാൻ പറ്റുമെന്ന് മനസ്സിലായില്ലേ. പിന്നെ നമുക്ക് ഇത് പാനിലാണ് ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. പിന്നെ ഇത് തന്നെ ഓവനിലും ഉണ്ടാക്കാൻ പറ്റും. പിന്നെ നമ്മളിവിടെ മിക്സിയാണ് യൂസ് ചെയ്തിട്ടുള്ളത്, ബീറ്റർ ഒന്നും യൂസ് ചെയ്തിട്ടില്ല. ഇനി ഇതുപോലെ ഡയറക്റ്റ് നമ്മൾ ഫ്ലെയിമിൽ വെച്ചിട്ടുണ്ടെങ്കിൽ അടി കരിഞ്ഞ് പോകുന്ന പേടിയുള്ള ആൾക്കാർ ഒരു മൂടി വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ഈ നോൺ സ്റ്റിക്ക് പാന് വെച്ച് കൊടുക്കുക. അപ്പോൾ പിന്നെ തീരെ കരിയാതെ കിട്ടും. പിന്നെ ഞാൻ കഴിഞ്ഞ ദിവസം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്ന ഒരു കേക്ക് ഉണ്ടല്ലോ, കപ്പ് കേക്ക്, അത് വേറൊരു രീതിയിലായിരുന്നു ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. നമ്മൾ നോൺ സ്റ്റിക്ക് പാനിൻ്റെ ഉള്ളിൽ റിങ് ഇട്ടിട്ടായിരുന്നു കേട്ടോ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇത് വേറൊരു മെത്തേഡിലാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. നമ്മൾ ഡയറക്റ്റ് ഫ്ലെയിമിൽ വെച്ചെടുത്തിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ആ വീഡിയോ എല്ലാവരും കണ്ടു നോക്കുക. ഇനിയും വരുന്ന ദിവസങ്ങളിലൊക്കെ കേക്കിൻ്റെ റെസിപ്പി തന്നെ ആയിരിക്കും. കാരണം നമ്മൾ ക്രിസ്മസ് സീസൺ ആണല്ലോ ഇപ്പോൾ. അപ്പോൾ കേക്കിൻ്റെ റെസിപ്പീസ് തന്നെ ആയിരിക്കും. അപ്പോൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, അതുപോലെ നിങ്ങളുടെ വാല്യുബിൾ ആയിട്ടുള്ള കമൻസ് ഒക്കെ കമൻറ്റ് സെക്ഷനിൽ കൊടുക്കുക. ദെൻ താങ്ക് യു.